ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വഴിയോര കച്ചവടക്കാർക്കായുള്ള PM സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സമാധാനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജമ്മു കശ്മീരിലെ കത്രയിൽ വൈഷ്ണോദേവി തീർത്ഥാടന പാതയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ മരണം 30 കവിഞ്ഞു. വ്യക്തിഗത വരുമാന വർധനവിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലോക് സംവർദ്ധൻ പരിപാടിയെ കൊച്ചിയിൽ മന്ത്രി അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ വിളിച്ചു ചേർക്കാനും തീരുമാനം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം. ഈ മാസം 29-30 തീയതികളിൽ ജപ്പാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാന പങ്കാളിത്തത്തെക്കുറിച്ച് ഉച്ചകോടി ചർച്ച ചെയ്യും. തുടർന്ന് അദ്ദേഹം ചൈനയിലേക്ക് യാത്ര തിരിക്കും. ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25ാമത് നേതൃതല ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. വഴിയോര കച്ചവടക്കാർക്കായുള്ള PM സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. വായ്പാ കാലയളവ് 2024 ഡിസംബർ 31 ശേഷം നീട്ടുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 2030 മാർച്ച് 31 വരെയാണ് കാലാവധി നീട്ടിയത്. വിശദാംശങ്ങൾ. പദ്ധതിയുടെ ആകെ വിഹിതം 7,332 കോടി രൂപയാണ്. ആദ്യഘട്ട വായ്പ 10,000 രൂപയിൽ നിന്ന് 15,000 രൂപയായും രണ്ടാം ഘട്ട വായ്പകൾ 20,000 രൂപയിൽ നിന്ന് 25,000 രൂപയായും വർദ്ധിപ്പിച്ചു. മൂന്നാം ഘട്ട വായ്പ 50,000 രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു. പുനഃക്രമീകരിച്ച പദ്ധതി പ്രകാരം 50 ലക്ഷം പുതിയ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 1,15 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. COVID-19 മഹാമാരി കാലത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ട തെരുവു കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി 2020 ജൂൺ 1-നാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി ആരംഭിച്ചത്. ഈ വർഷം ജൂലൈ വരെ 68 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 96 ലക്ഷത്തിലധികം വായ്പകളായി 13,797 കോടി രൂപ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജമ്മു കശ്മീരിലെ കത്രയിൽ വൈഷ്ണോദേവി തീർത്ഥാടന പാതയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ മരണം 30 കവിഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ഇന്നലെയാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത്. CRPFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകർക്ക് അവശ്യ സേവനങ്ങൾ എത്തിക്കുന്നുണ്ട്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി സംസാരിച്ച് എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. അതിരൂക്ഷമായ മഴക്കെടുതികളാണ് ജമ്മു കശ്മീർ അനുഭവപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവും ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ മഹാദേവ് വിജയകരമായി നടപ്പിലാക്കുകയും പെഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെ വധിക്കുകയും ചെയ്ത ഇന്ത്യൻ സൈന്യത്തിലെയും ജമ്മു കശ്മീർ പോലീസിലെയും CRPFലെയും ധീരരായ ഉദ്യോഗസ്ഥരെ അമിത്ഷാ നേരിൽ കണ്ട് ആദരിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരർ തന്നെയാണ് പെഹൽഗാമിൽ ക്രൂരത നടത്തിയതെന്ന് ദേശീയ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സാങ്കേതികമായി തെളിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യം ബയോടെക്നോളജി മേഖലയിൽ നടത്തുന്ന നിക്ഷേപവും നവീകരണവും ഭാവിയിൽ വൻ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ബയോടെക്നോളജിയെ യുവാക്കൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ മേഖലകളിലൊന്നാക്കാൻ സർക്കാരിന്റെ ബയോ E3 നയത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും സമ്പദ് വ്യവസ്ഥയിലേക്ക് $300 ബില്യൺ കൂട്ടിച്ചേർക്കാൻ ബയോടെക്നോളജിക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തിഗത വരുമാന വർധനവിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കൊച്ചിയിൽ നടന്ന 5ാമത് ലോക് സംവർദ്ധൻ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അഭിസംബോധന ചെയ്തു. തലമുറകളായി കരകൌശല വിദഗ്ധരുടെ കുടുംബങ്ങളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോക് സംവർദ്ധൻ പർവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗത്തിലെ കരകൌശല വിദഗ്ധർ, സംരംഭകർ തുടങ്ങിയവർക്ക് ദേശീയ തലത്തിൽ അവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.
കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായി ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ധാരണാപത്രം ഒപ്പിടും. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന ചടങ്ങിന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അധ്യക്ഷത വഹിക്കും. ധാരണാപത്രത്തിന് കീഴിൽ പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ പദ്ധതി പ്രകാരം ഒരു നൈപുണ്യ പരിശീലനവും വനിതാ സംരംഭകത്വ വികസന പദ്ധതിയും നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പതിച്ചു കിട്ടിയ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടവും കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി ജീവനോപാധി ലക്ഷ്യമാക്കിയിട്ടുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്കുമാണ് അംഗീകാരം നൽകിയത്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. സമാധാനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മധ്യപ്രദേശിലെ ആർമി വാർ കോളേജിൽ സംഘടിപ്പിച്ച റൺ സംവാദ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുകയോ ആക്രമണത്തിന് തുടക്കമിടുകയോ ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ പ്രതിരോധം അതിർത്തിയിലെ സൈനികർ മാത്രമല്ല, പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞരും ആയുധ സംവിധാനം നിർമ്മിക്കുന്ന വ്യവസായികളും അടുത്ത തലമുറയെ യുദ്ധത്തിന് സജ്ജരാക്കുന്നവരും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയ്ക്ക് മുന്നിൽ ഭീമമായ വെല്ലുവിളികളാണുള്ളതെങ്കിലും നമ്മുടെ സ്വാഭാവികമായ ശക്തി അതിലും വലുതാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. The world respects us not just for strength, but for our dedication to truth, peace, and justice. We must take this country forward with our unity, our clear intentions, and the full commitment. With this confidence, we will confidently march toward 2047 and take India to new heights. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഫിഫയുടെയും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെയും അന്ത്യശാസനം. ഒക്ടോബർ 30-നകം പുതിയ ഭരണഘടന രൂപീകരിക്കണമെന്ന നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ ദേശീയ ഫുട്ബോൾ ടീമിനെയും ക്ലബ്ബുകളെയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിലക്കും. 2036 അഹമ്മദാബാദ് ഒളിമ്പിക് ഗെയിംസിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നടന്ന ആഗോള ആത്മീയ സമ്മേളനം കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്തു. ആത്മീയ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനായി ടൂറിസം മന്ത്രാലയവുമായി സഹകരിച്ച് മധ്യപ്രദേശ് ടൂറിസവും PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവും ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും INDI സഖ്യ സ്ഥാനാർത്ഥിയായി BR സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്ത്. അടുത്ത മാസം 9 പാർലമെന്റ് ഹൌസിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെയാണ് വോട്ടെടുപ്പ്. തുടർന്ന് വോട്ടെണ്ണലിന് ശേഷം അന്നേ ദിവസം തന്നെ ഫലം പ്രഖ്യാപിക്കും. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് ഡയറക്ടറേറ്റുമായി സഹകരിച്ച് മറ്റന്നാൾ കൊച്ചിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. ഓഷ്യൻ അക്കൌണ്ട്സ് വികസനം സംബന്ധിച്ച് തീരദേശ സംസ്ഥാനങ്ങളുടെ കാര്യക്ഷമതാ വർധന എന്ന വിഷയത്തിലാണ് ശില്പശാല. സ്വന്തമായി ഓഷ്യൻ അക്കൌണ്ടുകൾ സൃഷ്ടിക്കുന്നതിന് തീരദേശ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ശില്പശാല. പുതുക്കിയ ഗോൾഡൻ വിസ പ്രോഗ്രാം ഒമാൻ ഈ മാസം 31 പുറത്തിറക്കും. സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും എണ്ണ വരുമാനത്തിലുള്ള ആശ്രയം കുറയ്ക്കുന്നതിനുമാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. വിദേശ നിക്ഷേപകർ, സംരംഭകർ, പ്രൊഫഷണലുകൾ എന്നിവർക്കുള്ള റെസിഡൻസി പെർമിറ്റുകളാണ് ഗോൾഡൻ വിസ വാഗ്ദാനം ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വഴിയോര കച്ചവടക്കാർക്കായുള്ള PM സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സമാധാനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
ജമ്മു കശ്മീരിലെ കത്രയിൽ വൈഷ്ണോദേവി തീർത്ഥാടന പാതയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ മരണം 30 കവിഞ്ഞു. വ്യക്തിഗത വരുമാന വർധനവിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലോക് സംവർദ്ധൻ പർവ് പരിപാടിയെ കൊച്ചിയിൽ മന്ത്രി അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ വിളിച്ചു ചേർക്കാനും തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.